ടൂറിസം അതോറിറ്റിയുടെ ലൈസൻസ് നിർബന്ധമാക്കി. ഖത്തർ ടൂറിസം അതോറിറ്റി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനിയാണ് ഈ നിയമം പാസാക്കിയത്. ടൂറിസം അതോറിറ്റിയിൽ നിന്നുള്ള ലൈസൻസുള്ള കമ്പനികൾക്ക് മാത്രമേ ഇനി മുതൽ രാജ്യത്ത് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കാൻ പാടുള്ളൂ എന്നതാണ് പുതിയ നിയമം. അടുത്ത ബുധനാഴ്ചയുടെ നിയമം പ്രാബല്യത്തിൽ വരും. പ്രദർശനങ്ങളുടെ നടത്തിപ്പിനും മനുഷ്യ വിഭവശേഷിയുടെ ഉപയോഗത്തിനും പ്രത്യേകം ലൈസൻസ് എടുക്കണം. ഇപ്രകാരം ലഭിക്കുന്ന ലൈസൻസ് മറ്റുള്ള വ്യക്തികൾക്ക് കീഴ്വാടകയ്ക്ക് നൽകുന്നതും അനുവദിക്കില്ല. ലൈസൻസിന്റെ ഉടമ മരണപ്പെട്ടാൽ അനന്തരാവകാശികൾക്ക് പുതിയ ലൈസൻസ് എടുക്കുന്നതിനായി 3 ദിവസത്തെ സമയം അനുവദിക്കും. 1 വർഷമാണ് ലൈസൻസിന്റെ കാലാവധി. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്ന കമ്പനികൾക്ക് 6 മാസം വരെ ഇളവ് ലഭിക്കുമെന്ന് നിയമത്തിൽ പറയുന്നു. നിയമം ലംഘിക്കുന്നവരിൽ നിന്ന് 20,000 മുതൽ 1 ലക്ഷം റിയാൽ വരെ പിഴ ഈടാക്കുമെന്നും പുതിയ നിയമം അനുശാസിക്കുന്നു. റമീസ് ചാത്യാറ, മീഡിയ 1, ദോഹ. ഖത്തറിലെ ഏഷ്യാനെറ്റ് ലേഖകന്റെ പേരിൽ വ്യാജ വിസ എടുത്തതായി പരാതി. പന്തിരിക്കര സെക്സ് റാക്കറ്റ് കേസുമായി ബന്ധപ്പെട്ട് വാർത്ത നൽകിയതിനാലാണ് അൻവർ പാലേരിയുടെ പേരിൽ വ്യാജ വിസ എടുത്തതെന്ന് അദ്ദേഹം ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ച പരാതിയിൽ പറയുന്നു. ബിസിനസ് വിസയിൽ ജോലി ചെയ്തിരുന്ന അൻവർ വിസ മാറ്റാനായി നാട്ടിലേക്ക് പോയപ്പോഴാണ് അലി പള്ളിയത്ത് എന്ന വ്യക്തി ഇദ്ദേഹത്തിന്റെ പേരിൽ വ്യാജ വിസ എടുത്തത്. പുതിയ വിസയ്ക്കായി അപേക്ഷിച്ചപ്പോൾ നിലവിൽ വിസ ഉള്ളതിനാൽ പുതിയ വിസ അനുവദിക്കാൻ കഴിയില്ല എന്ന മറുപടിയാണ് ഖത്തർ എമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചതെന്നും അദ്ദേഹം പരാതിയിൽ പറയുന്നു. അലി പള്ളിയത്തിനെതിരെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കും ഖത്തർ ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിട്ടുള്ളതായി അൻവർ പാലേരി അറിയിച്ചു. ഗൾഫ്